കൂടുതൽ വാർത്തകളിലേക്ക്. ഹേമചന്ദ്രൻ കൊലപാതക കേസിൽ മുഖ്യപ്രതി നൌഷാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രമ്യ ദാസ് നമുക്കൊപ്പം ചേരുകയാണ്. രമ്യ, എപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്? എപ്പോഴാണ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുക? ഇയാളെ ചോദ്യം ചെയ്തിരുന്നോ പോലീസ്? ഭിന്നിൽ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. ഇന്നലെയായിരുന്നു 2 മാസത്തോളമായി വിദേശത്തായിരുന്ന നൌഷാദ് ഇന്നലെയായിരുന്നു ബാംഗ്ലൂരിൽ എമിഗ്രേഷൻ വിഭാഗത്തിൻ്റെ പിടിയിലായത്. അതായത് ഇയാൾ നാട്ടിലേക്ക് വരുന്ന വഴി കൊച്ചിയിലെത്തിയിരുന്നു. പക്ഷേ ഈ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന വാർത്ത ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങളെത്തിയാൽ ഇയാളെ പിടികൂടാനുള്ള നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോയിരുന്നു. ഇതിനിടയിലാണ് കൊച്ചിയിൽ വന്നിറങ്ങി ഇദ്ദേഹം വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോയത്. ഇവിടെ വെച്ച് എമിഗ്രേഷൻ വിഭാഗത്തിൻ്റെ പിടിയിലാവുകയായിരുന്നു. ഇവർ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. തുടർന്നാണ് ഇവിടെ നിന്നുള്ള അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് എത്തുകയും ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത്. ഇന്നലെ രാത്രിയായിരുന്നു ഇദ്ദേഹത്തെ അവിടുന്ന് കസ്റ്റഡിയിലെടുത്ത്. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെത്തിച്ചു. തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ പൂർത്തിയാക്കിയ ശേഷം പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം ഇന്നിപ്പോൾ ഇദ്ദേഹത്തെ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ നൌഷാദിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇയാൾ മുഖ്യപ്രതിയാണ്. നിലവിൽ 3 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൌഷാദിൽ നിന്നും പോലീസിന് അറിയേണ്ടത്. അതിനാൽ തന്നെ ഇദ്ദേഹത്തെ കസ്റ്റഡി വാങ്ങുന്നതുൾപ്പെടെ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷമായിരിക്കും മറ്റ് റിമാൻഡിലുള്ള പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുക. തുടർന്നായിരിക്കും ഇതിന്റെ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുക. ശരി, വ്യക്തമാണ്. രമ്യ ദാസാണ് വിവരങ്ങൾ നൽകി.